ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്ന് എന്റെ അനിയത്തിന്റെ ബർത്ത്ഡേ ആണ്. അപ്പം അവളും മുബിക്കാകയും കൂടെ ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അവൾ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു ഇന്നലെ ഞങ്ങൾ കൂടെ വന്നിട്ട്. പക്ഷെ മുബിക്കാക്ക അവളെ കൊണ്ടയാക്കാൻ വേണ്ടിയിട്ട് ഇപ്പം എടപ്പള്ളിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷെ മുബിക്കാക്ക വണ്ടീന്റെ ചാവി എടുത്തിട്ടില്ല. മുബിക്കാക്ക തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരും. എന്നിട്ട് ഞങ്ങൾ അവളെ എന്തെങ്കിലും പറഞ്ഞ് തിരിച്ചു വിളിക്കണം. എന്നിട്ട് വേണം ഞങ്ങൾ കേക്കൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട്. കാരണം കേക്ക് വാങ്ങിയതും ഒന്നും അവൾ അറിഞ്ഞിട്ടില്ല. പക്ഷെ ഇനിയിപ്പോ തിരിച്ചു വിളിക്കുമ്പോൾ എങ്ങനെയാണെങ്കിലും ഡൗട്ട് അടിക്കും. കാരണം ഇപ്പൊ തന്നെ അവള് ലേറ്റ് ആയി എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഇറങ്ങിപ്പോയത്. അപ്പൊ തിരക്കിട്ട് നമ്മൾ തിരിച്ചു വിളിക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടെന്ന് അവൾക്ക് മനസ്സിലാവും. പക്ഷെ നമ്മൾ ഗിഫ്റ്റ് അറേഞ്ച് ചെയ്ത് വെച്ചെന്ന് അറിയില്ല. ചിലപ്പോൾ കേക്ക് കട്ട് ചെയ്യാനായിരിക്കും എന്നുള്ള ഗസ് ചെയ്യായിരിക്കും. പക്ഷെ ഗിഫ്റ്റ് അറേഞ്ച് ചെയ്ത് വെച്ചതൊന്നും അവൾ അറിഞ്ഞിട്ടില്ല. അതും അവൾക്ക് ഇഷ്ടപ്പെട്ട അവൾക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ എന്തായാലും നമുക്ക് അവളെ തിരിച്ചിങ്ങോട്ട് വിളിക്കാം. നമുക്ക് കേക്ക് കിട്ടാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അല്ലെങ്കിൽ രാവിലെ അവൾ എഴുന്നേൽക്കുമ്പോൾ തന്നെ സർപ്രൈസ് ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ കേക്ക് കിട്ടാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു പ്ലാൻ ചെയ്തത്. എന്തായാലും അവളെ തിരിച്ചു വിളിച്ചിട്ട് ഞാൻ ബാക്കി കാണിച്ചു തരാം. അപ്പൊ ഞാൻ അവളോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവള് അപ്പൊ ചോദിച്ചു ഇപ്പൊ തന്നെ ലേറ്റ് ആയി എന്നൊക്കെ പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു നീ എന്തായാലും ഇങ്ങോട്ട് വാന്ന് ഞാൻ പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്തു. അപ്പൊ തന്നെ അവൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ചിലപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ അല്ലാതെ വേറെ ഒന്നും പറഞ്ഞ് തിരിച്ചു വിളിക്കാൻ ഓപ്ഷൻ ഇല്ല. അത് ഞാൻ അങ്ങനെ ചെയ്തേ. അപ്പൊ എന്തായാലും അവള് വരുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം. ക്രീമി ക്രിയേഷൻസ് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നാണ് കേട്ടോ ഞാൻ ഈ കേക്ക് ഓർഡർ ചെയ്തിട്ടുള്ളത്. ചോക്ലേറ്റ് കേക്ക് ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. മുബിക്കാന്റെ ബർത്ത്ഡേക്കും ഇവരുടെ അടുത്ത് നിന്ന് തന്നെയാണ് ഞാൻ കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഹാപ്പി ബർത്ത്ഡേ ടു യു. വേഗം കട്ട് ചെയ്ത് വേഗം കഴിച്ചോ. ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു ഡിയർ ലിച്ചു കുഞ്ഞാണ്ടി. താങ്ക് യു മാളു. അങ്ങനെ ലിച്ചു വന്ന് അവള് ഗസ് ചെയ്തിട്ടുണ്ടായിരുന്നു കേക്ക് മുറിക്കാൻ എന്തെങ്കിലും ആയിരിക്കും. എന്നാലും അവളെ പറഞ്ഞു വിട്ടിട്ട് പിന്നെയും തിരിച്ചു വിളിച്ചത് എന്താണെന്ന് അവൾക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ ഗിഫ്റ്റിന്റെ കാര്യം അവൾക്കൊരു ക്ലൂ ഉണ്ടായിരുന്നില്ല. പക്ഷെ ചോക്ലേറ്റ് കേക്കാണ് അവളുടെ ഫേവറേറ്റ് കേക്ക്. അതുകൊണ്ട് ഞാൻ അത് തന്നെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നേ. കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഈ കേക്ക് വാങ്ങിച്ച ഇൻസ്റ്റഗ്രാം പേജും കോൺടാക്ട് നമ്പറും ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിൽ ഓർഡർ ചെയ്താൽ മതി. നോക്കട്ടെ. ഇതൊക്കെ എനിക്ക് വേണമായിരുന്നു. Yeah, I know. ഇതെനിക്ക് വേണം. ഇത് പാടില്ല. ഇതെനിക്ക് വേണ്ടതാ. ഇത് ബ്ലഷ്. അത് പോരാ. ഇല്ല, അത് മുഴുവൻ ലിച്ചുവിന്. ഇത് അടിച്ചിട്ട് പോയിക്കോളൂ. ഇതെന്റെ പിന്നെ ഇതിന്റെ സ്മെല്ല് താടിയിൽ കേക്ക്. അതല്ല അവളെ ഉണ്ടാക്കിട്ട് ഇനിയിപ്പോ അവിടെ പോയില്ലെങ്കിൽ അപ്പൊ ഇനി ബാക്കി നമുക്ക് വന്നിട്ട് ഡിസ്കസ് ചെയ്യാം. നിനക്ക് എന്താ ആവശ്യമുള്ളത് എന്നൊക്കെ ഇടയ്ക്ക് ചോദിക്കല്ലേ? അതൊക്കെ ഞാൻ നോക്കി വെച്ച് സെറ്റ് ചെയ്തതാ. അങ്ങനെ അപ്പം വൈകുന്നേരം വരാമെന്നും പറഞ്ഞിട്ട് അവളെ സാധനങ്ങളൊക്കെ അവിടെ തന്നെ വെച്ചിട്ട് അവൾ പോയത്. പക്ഷെ അവളെ ഫ്രണ്ട്സിൻ്റെ ട്രീറ്റൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം അവർ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ അവിടെ അവളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുടെ ട്രീറ്റ് ഉണ്ടായിരുന്നു. കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ ലേറ്റായി. എന്നിട്ട് അവൾ പറഞ്ഞു രാവിലെ എന്നാൽ നമ്മളോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ പിറ്റേന്ന് അവളുടെ അടുത്തേക്ക് പോയി. ഒരു ഉച്ചയൊക്കെ ആയപ്പോഴേക്കും ലഞ്ച് ഇന്ന് അവളുടെ ട്രീറ്റാണെന്ന് പറഞ്ഞു, അവളുടെ ബർത്ത്ഡേ ആയതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് അവളെ റൂമിലേക്ക് പോകണം ഇനി. എന്നിട്ട് വേണം അവളുടെ ഗിഫ്റ്റൊക്കെ അവൾക്ക് നല്ലോണം ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. കാരണം അവൾ ഇന്നലെ ജസ്റ്റ് അതൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടിട്ട് പോയതല്ല. അപ്പോൾ എനിക്കത് വീഡിയോയിലൊന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അവളത് എടുത്ത് കാണിച്ചു തരുന്ന ടൈമിൽ തന്നെ വീഡിയോ എടുക്കാമെന്ന് കരുതിയിട്ടാണ് ഞാനത് ഇതുവരെ കാണിക്കാതിരുന്നത്. അങ്ങനെ ലഞ്ച് കഴിച്ചിട്ട് ഞങ്ങൾ ചെറിയൊരു പീസ് കുനാഫയും വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ലിച്ചുവിന് നൈറ്റാണ് കേട്ടോ ഡ്യൂട്ടിയുള്ളത്. അപ്പൊ ഞങ്ങള് ലിച്ചുവിന്റെ റൂമിലെത്തിയിരിക്കുകയാണ്. ഇനി വേണം ലിച്ചുവിന് ബർത്ത്ഡേ കേക്ക് ഒക്കെ ഒന്ന് കഴിക്കാൻ. കഴിച്ചു, പക്ഷെ എന്നാലും ഒന്നും അഭിപ്രായം പറയാനുള്ള സമയം പോലും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കേക്ക് കഴിച്ചിട്ടാണ് ചോക്ലേറ്റ് കേക്ക് അല്ല എനിക്ക് ഇഷ്ടമാണ്. അതാ ഞാൻ അത് പറഞ്ഞേ. നന്നായിട്ടുണ്ട്. ഓക്കെ ലിച്ചു, ഗിഫ്റ്റ് നീ ഇന്നലെ കണ്ടേണ്. പക്ഷെ നീ ബാക്കി വന്നിട്ട് പറയാന്ന് പറഞ്ഞിട്ട് ആ പോക്ക് പോയതാ. പിന്നെ വന്നിട്ടില്ല. അതെ, ഇന്നലെ അപ്പൊ തന്നെ കേക്ക് മുറിച്ചത് നന്നായി. ഇത് ഞാൻ വലിയൊരു ഉദ്ദേശത്തോടു കൂടിയാണ് വാങ്ങിയത്.
കാരണം ഇനി മൂടിക്കൊടുക്കും ചോദിച്ചാൽ എന്റെ അടുത്തേക്ക് വരരുത്. ഞാൻ കളയാതിരിക്കട്ടെ, അതാണ് എന്റെ ആഗ്രഹം. അതെ, അങ്ങനെയുണ്ട്. എനിക്ക് അത്യാവശ്യം, വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനമായിരുന്നു. യെസ്, ഇതിലേതാണ് നിനക്ക് ആവശ്യമില്ലാത്തത് എന്ന് പറഞ്ഞു? ഇങ്ങനത്തെ സാധനം മേടിക്കണം വിചാരിച്ചു, ഒരെണ്ണം മേടിച്ചോ പൊട്ടിപ്പോയി. ഞാൻ ആക്ച്വലി പാക്ക് ചെയ്യുമ്പോ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, അതുകൊണ്ട് നീ തന്നെ ഓരോന്നെടുത്ത് കാണിച്ചാൽ മതി. കോമ്പ് ചെയ്തൊക്കെ ഓക്കെ ആണോ? ഇതെനിക്ക് വേണ്ടതായിരുന്നു. അത് നീ ഇടയ്ക്ക് പറഞ്ഞ് എനിക്കൊരു ഓർമ്മയുണ്ട്, അതാ ഞാൻ പിന്നെ ഞാൻ വിചാരിച്ചു നീ അങ്ങനെ വാങ്ങിയിട്ടുണ്ടാവോ എന്നിങ്ങനെ വിചാരിച്ചു. ഞാനിങ്ങനെ അതായിട്ട് മറന്നു നോക്കും, അതാണ് വിട്ടുപോകും. അത് നന്നായില്ലേ? ഇതെന്റെ ഗിഫ്റ്റ് ആട്ടോ. പെർഫ്യൂം എനിക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ആണോ? പക്ഷെ അത് ഞാൻ നിനക്ക് വേണമെന്ന് വിചാരിച്ചിട്ട് വാങ്ങിയില്ല, അത് ഞാൻ ചുമ്മാ കണ്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതേ വാങ്ങി. അത്ര പോയി മേടിച്ചായിരുന്നു. ഇത് നിനക്ക് ബാഗിലൊക്കെ ഇട്ടുകൊണ്ടുപോവാൻ പറ്റിയ ബോട്ടിൽസ് അല്ലേ? ദാറ്റ്സ് വൈ ഞാനത് വാങ്ങി. ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഇത് ഏത് സ്മെല്ല ഇഷ്ടായോ നോക്ക്? എങ്ങനെയുണ്ട് സ്മെല്ല്? ഏതെങ്കിലും ഇഷ്ടാവാത്തിണ്ടോ? എല്ലാം നല്ലതാണ്. എനിക്ക് ഇതാണ് കുറച്ചും കൂടെ. ഏത്? അല്ല അല്ല, എല്ലാവർക്കും വൈറ്റാ ഇഷ്ടപ്പെട്ടെ ഞങ്ങള് നോക്കിയപ്പോ. ലിച്ചുവിന് ഏതാ? അതേതാ? ഹണിയൂതോ? എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. ഞാനോ എല്ലാം ഒന്ന് നോക്കിയായിരിക്കും വിചാരിച്ചില്ല, പക്ഷെ എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. എല്ലാം ഓക്കെയാണ്. എന്തായാലും ഇതും വേണ്ടതായിരുന്നു. ഇത് രണ്ടും എന്റെ അടുത്ത് ഇല്ലാത്ത സാധനം. ബ്ലഷും ഐഷാഡോ? ബാക്കിയെല്ലാം ഞാൻ മേടിക്കുന്നുണ്ട്. ബ്ലഷും ഐഷാഡോ അല്ലേ? പക്ഷെ വ്ളോഗ് പെർഫെക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ അതും വേണ്ടതായിരുന്നു. നെക്സ്റ്റ് ഇത് വളരെ മേക്കപ്പ് പ്രോഡക്ട്സ് അവളെ വകയാണേ, അതാണ് ഈ പറയാൻ ശ്രമിക്കുന്നത് കുറെ നേരമായിട്ട്. പിന്നെ സ്പ്രേയും മേക്കപ്പ് പ്രോഡക്ട്സും ഇതൊക്കെ ഓക്കെ, എല്ലാം അവളുടെ തന്നെ, താങ്ക് യു. ഒക്കെ മാളൂസിന്റെ തന്നെ. പാർട്ടി വെയറും ഉണ്ട്, അല്ലാത്തയുണ്ട്. പിന്നെ ഇതില് നമ്മൾ യൂസ് ചെയ്യാതെ കളയുന്ന ഷെയ്ഡ്സ് ഒന്നും ഇല്ല. ഇത് എനിക്ക് അത് കയ്യിലിടാനുണ്ട്, എനിക്ക് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. ഭയങ്കര വലുതാണ്. ഞാൻ ഇത് കയ്യില് വെക്കാം. മേക്കപ്പ് ചെയ്യുമ്പോഴല്ലേ ഇടുള്ളൂ. ഇങ്ങനെ ഇത് ഇങ്ങനെ എനിക്ക് വേണ്ടതാണ്. പക്ഷെ ഇത്ര മുടി എനിക്കില്ല. മൊത്തത്തിൽ ഇങ്ങനെ കെട്ടാനൊക്കെ വീട്ടിലൊക്കെ വെക്കുമ്പോ ഓക്കെ, പെർഫെക്റ്റ്. പക്ഷെ നല്ല മെറ്റീരിയൽ അല്ലേ? ക്രാബ് അല്ലേ? നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്കും വാങ്ങിച്ചിട്ടുണ്ട് ഞാനൊന്ന്. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സുഖമായിട്ട് ഇടാം. അമൃതന്റെ കണ്ടിട്ടുണ്ട് ഈ സാധനം. പിന്നെ ചെരുപ്പോ? അത് മെത്തൻ ഇട്ട് കാണിച്ചു. ഇത് ലിച്ചുവിന് എയർപോർട്ടിൽ പോകുമ്പോൾ വിടാൻ പറ്റുന്ന ഒരു മോഡൽ അല്ലേ? ചെരുപ്പ് ഞാൻ ആക്ച്വലി ഇവളടുത്ത് ചോദിച്ചിട്ട് ഇവർക്ക് ഇഷ്ടപ്പെട്ട ചെരുപ്പ് തന്നെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ലാസ്റ്റ് ഞാൻ പറഞ്ഞു, എടി ആ ചെരുപ്പ് കിട്ടിയില്ല, അതിന് ഭയങ്കര റേറ്റ്, കിട്ടൂല, ഞാൻ വാങ്ങൂല എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അതുകൊണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ടത് തന്നെ കൊടുക്കാനും പറ്റി, പക്ഷെ അവൾ അറിയാതെ കൊടുക്കാനും പറ്റി. ആ ചെരുപ്പിന് പിന്നെ ഉമ്മച്ചീന്റെ ഗിഫ്റ്റ് ഉണ്ടല്ലേ അമ്മ? ഉമ്മച്ചീന്റെ ഗിഫ്റ്റ് ആണ് ഇതായി കിടക്കണത്. ഉമ്മച്ചി കാത് കുത്തി കൊടുത്തു കുഞ്ഞു ഭാവിക്ക് അല്ലേ? ആ, ഇത് എന്റെ കമ്മലല്ലേ? അതിങ്ങ ആഹാ, ഇത് ഇപ്പച്ചി വാങ്ങിച്ചത് അല്ലേ? ഇപ്പച്ചി ബർത്ത്ഡേക്ക് ഇല്ലായിരുന്നു, അതുകൊണ്ട് വന്നപ്പോ വാങ്ങിച്ചു തന്നു. കേക്ക് മുറിച്ചതായിരുന്നു ഹൈലൈറ്റ്. വെയിലത്ത് കൊണ്ടുപോയി ലിച്ചുവിനെ നിർത്തിയിട്ട് തിരിച്ച് പിന്നെയും നടത്തിച്ച് കൊണ്ടുവന്ന് കേക്ക് മുറിച്ച് ഞാൻ തിരിച്ചു വിളിച്ചപ്പോ നിനക്ക് എന്താ തോന്നി? ഈ എടുക്കാൻ വിടുക പറഞ്ഞു വിടുകയായിരിക്കുന്നേ. ഇത് വണ്ടിയുടെ അടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയിട്ട് പിന്നെ ഭൂമിക്കാകണ്ട് ഓടി കതിച്ച് വന്നിട്ട്. ചാവി എടുക്കാൻ മറന്നു. പക്ഷെ ഞാൻ ഭൂമിക്കാകനോട് പറഞ്ഞ താഴെ മുറ്റത്ത് എത്തിയ ഉടനെ തിരിച്ചു വരുന്നു ഞാൻ വിചാരിച്ചേ. നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് വെക്കണ്ടായി. ഞാൻ ബുദ്ധിക്ക് ആ, അതാണ്, അത് നല്ലൊരു ഐഡിയ ആണ്. പക്ഷെ കൊറേ ദൂരം നടന്നു, സാരല്ല. ബർത്ത്ഡേ ദിവസം ഇപ്പൊ ആ സങ്കടം മാറിയില്ലേ? ഇതെല്ലാം കിട്ടിയപ്പോ. അപ്പൊ ഇതാണ് ഗിഫ്റ്റ് കിട്ടിയേ. ഇതാരാ വാങ്ങിച്ചേ? ഇത് ഭയങ്കര മേടിച്ചത്. ഞാൻ പറയാം. ഐന്ദ്രീന്റെ ബർത്ത്ഡേ ഐന്ദ്രീന്റെ ബർത്ത്ഡേ കഴിഞ്ഞപ്പോഴാണ് ഓൾ ഓർക്കുന്നത്. പക്ഷെ പാവ ഐന്ദ്രി ലിച്ചുവിന്റെ ബർത്ത്ഡേ ഓർത്ത് വെച്ചിട്ട് ഇതാ 2 ഗിഫ്റ്റും കൊടുത്തു. കഫേയിൽ കൊണ്ടുപോയി കേക്കും മുറിച്ച് ഫുഡും വാങ്ങിക്കൊടുത്ത്. നീ എന്താ ചെയ്തു കൊടുത്ത എന്നിട്ട് ബർത്ത്ഡേക്ക്? അന്ന് മറന്നുപോയിട്ട് എന്താണ് അവക്ക് ബാഗും ചെരുപ്പും മേടിച്ചു കൊടുത്തു, കൊണ്ടുപോയിട്ട്. പിന്നെ ഇന്നലെ അതെല്ലാം കഴിഞ്ഞപ്പോ രാത്രി കേക്ക് മുറിച്ചില്ലേ? പിന്നെ ഒന്നും കൂടെ 3 കേക്ക് മുറിച്ച് ആക്ച്വലി. യെസ്, ബർത്ത്ഡേ. ഞാനാണെങ്കിൽ വിചാരിച്ചു കേക്കെങ്കിലും മുറിക്കായിരിക്കും വിചാരിച്ചോ. മേടിച്ചെന്നില്ലെങ്കിൽ ഇത്ത വന്നില്ല എന്നോട്. ചെരുപ്പ് ഞാൻ അങ്ങനത്തെ വേറൊരെണ്ണം മേടിച്ചത്. അത് പക്ഷെ ലേറ്റ് ആവും, കുറച്ച് ബർത്ത്ഡേ കഴിഞ്ഞിട്ടിരിക്കുന്ന തന്നെയല്ലേ. ഒരു ചെരുപ്പ് എന്തെങ്കിലും മേടിച്ചിടാനായിരിക്കും, പിന്നെ മേടിച്ചിട്ടായിരിക്കും. പക്ഷെ കേക്ക് മുറിക്കുന്ന ഞാൻ വിചാരിച്ചു 12 മണിക്ക്. പക്ഷെ 12 മണിക്ക് കേക്ക് മുറിച്ചില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്നുണ്ടാവില്ല. കേക്ക് സത്യം പറഞ്ഞാൽ ലേറ്റ് ആയി പോയി. അതാണ് നമ്മളെ പ്ലാൻ എല്ലാം. നീ വെയിലത്ത് പോയി നടന്നു വരേണ്ടത് കേക്ക് മുറിക്കുന്ന ഞാൻ വിചാരിച്ചിരുന്നു ശരിക്കും രാത്രി. ഫ്രിഡ്ജ് തുറന്നു, അപ്പൊ ഒന്നുമില്ലെന്ന് മനസ്സിലായി.
അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് അപ്പോഴേക്കും മാളൂട്ടിക്ക് അവിടുത്തെ സോഫ ബെഡ് ആക്കണത് കാണണം എന്ന് പറഞ്ഞാൽ അവളതൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ലിച്ചുവിന് ഇന്ന് നൈറ്റാണ് ഡ്യൂട്ടി ഉള്ളത്. പക്ഷെ അതിൻ്റെ മുന്നേ ഞങ്ങൾ എയർപോർട്ടിൻ്റെ ഒരു ബാക്ക് സൈഡിലായിട്ട് നല്ല കപ്പ ബിരിയാണിയും വേറെ കുറേ സാധനങ്ങളുണ്ട്, അതൊക്കെ കിട്ടുന്നൊരു കടയുണ്ട്. അപ്പം അവിടെ പോയിട്ട് കപ്പ ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ പോകുന്ന വഴിക്ക് വിമാനം കാണാനായിട്ടൊക്കെ ഒരുപാട് ആളുകൾ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. തവളയോ? റെയിൽവേ സ്റ്റേഷൻ ഉണ്ട് ഇവിടെ. റെയിൽവേ സ്റ്റേഷൻ അല്ല, റെയിൽവേ പാളം. അതാണ് പറയണത്. തവളം. തവള. പാളം. തവള. അപ്പം ഞങ്ങളിപ്പോൾ പോകുന്നത് ആ കപ്പ ബിരിയാണിയൊക്കെ ഉള്ള കടേൻ്റെ അങ്ങോട്ടാണ്. അവിടെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ഭാഗത്തായിട്ട് ആ വിമാനമൊക്കെ നമുക്ക് അടുത്തുനിന്ന് കാണാൻ പറ്റിയ രീതിയിൽ ഒരു വ്യൂ പോയിന്റും ഉണ്ട്. എന്ന് വെച്ചാൽ വിമാനം ലാൻഡ് ചെയ്യുന്നതൊക്കെ കറക്റ്റ് അടുത്ത് നിന്ന് കാണാം, ടേക്ക് ഓഫ് ചെയ്യുന്നതും കാണാൻ പറ്റും. ഞങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ വന്ന് കണ്ടിട്ടുള്ളതൊക്കെയാണ്. പക്ഷെ ഞാൻ ഒരു തവണ എന്തായാലും ഇവിടെ വന്ന സ്ഥിതിക്ക് നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ട് പോയി നോക്കി. പക്ഷെ അവിടെ നല്ല തിരക്കുണ്ടായിരുന്നു. അത് മാത്രമല്ല മഞ്ഞ് നന്നായിട്ട് മൂടിയതുകൊണ്ട് വിമാനങ്ങളൊന്നും കാണുന്നില്ല. ഇനി വേറെ എന്തെങ്കിലും കാരണം ഉണ്ടോയെന്ന് അറിയില്ല. അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ഗ്യാപ്പിലെങ്കിലും വിമാനങ്ങൾ വരേണ്ടതാണ്. പക്ഷെ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഞങ്ങൾ അവിടെ ചെന്ന് തിരിച്ചു വരുന്നതിൻ്റെ ഇടയിൽ ഒരു 2 വിമാനമൊക്കെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ എന്തായാലും കപ്പ ബിരിയാണി കഴിക്കുന്ന കടയിൽ പോയി അവിടുന്ന് നല്ല കപ്പ ബിരിയാണിയൊക്കെ വാങ്ങിച്ചു. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു തവണയാണ് ഞാൻ ഇതിന് മുന്നേ ഇവിടെ വന്ന് കഴിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെയും വന്നത്. അന്ന് ലിച്ചുവാണ് ഞങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം പോയി കഴിച്ചപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ പഴംപൊരി, ബീഫ്, കാട ഫ്രൈ, അങ്ങനെ പല ഐറ്റംസ് ഉണ്ട് കേട്ടോ അവിടെ. ഇരുന്ന് കഴിക്കാനും കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ വണ്ടിയിലിരുന്നിട്ടാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ബജ്ജിയൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു. കാറിലിരുന്ന് കഴിക്കുന്നതുകൊണ്ട് വീഡിയോ എടുക്കലും കഴിക്കലും രണ്ടും ഒന്നിച്ച് നടന്നില്ല. അതുകൊണ്ടാണ് എല്ലാം വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാതിരുന്നത്. എന്തായാലും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ ലിച്ചുവിനെ എയർപോർട്ടിൽ ഇറക്കി കൊടുത്തു. മാളൂട്ടി അപ്പോഴേക്കും ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും മാളൂട്ടി കപ്പ ബിരിയാണിയൊക്കെ വയറ് നിറയെ കഴിച്ചിട്ടുണ്ട്. അവൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു അത്. കെട്ടിപ്പിടുത്തൊക്കെ കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ഓള് ഫ്ലൈറ്റ് കയറി പോവാന്ന്. അതെ, മറ്റന്നാൾ വരും. അങ്ങനെ അവളെ ഇറക്കിയിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോസ് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. FBയിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യുക. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക.